സംസ്ഥാനത്തെ പല റേഷൻ കടകളിലും സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലാത്തത് പ്രതിസന്ധിയാകുന്നു. ജനുവരിയിലെ സാധനങ്ങൾ 30-ാം തീയതിയായിട്ടും പല റേഷൻ കടകളിലും എത്തിയിട്ടില്ല. ഉപഭോക്താക്കൾ റേഷൻ ലഭിക്കാതെ നിരാശയോടെ മടങ്ങുകയാണ്. അതിനിടെ ജനുവരിയിലെ റേഷൻ സാധനങ്ങൾ 2 ദിവസം കൊണ്ട് കൈപ്പറ്റണമെന്ന മന്ത്രി ജി.ആർ. അനിലിന്റെ നിലപാടിൽ വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചു. ഈ മാസം കഴിയാൻ 1 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും സംസ്ഥാനത്തെ പല റേഷൻ കടകളിലും സാധനങ്ങൾ എത്തിയിട്ടില്ല. റേഷൻ സ്റ്റോക്ക് എത്തിക്കുന്ന കരാറുകാരുടെ സമരം ജനുവരി 25 വരെ നീണ്ടുപോയതാണ് കടകളിൽ സാധനങ്ങൾ വൈകാൻ കാരണം. ഭൂരിഭാഗം കടകളിലും ഈ മാസത്തെ റേഷൻ സാധനങ്ങളായ അരി, ഗോതമ്പ്, ആട്ട എന്നിവ വിതരണം നടത്തുന്നതിന് ആവശ്യമായ വിഹിതം സ്റ്റോക്കില്ലെന്ന് സിവിൽ സപ്ലൈസ് സൈറ്റിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്നും മറിച്ചുള്ള അവകാശവാദം അംഗീകരിക്കാനാകില്ലെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ജനുവരിയിലെ സാധനങ്ങൾ കടകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവ 2 ദിവസം കൊണ്ട് കൈപ്പറ്റണമെന്ന മന്ത്രി ജി.ആർ. അനിലിന്റെ നിലപാടിൽ വ്യാപാരികൾ പ്രതിഷേധവും അറിയിച്ചു. ഓരോ കടകളിലും 600-700 റേഷൻ കാർഡുകളുണ്ടെന്നും അവർക്കെല്ലാം 2 ദിവസം കൊണ്ട് എങ്ങനെ സാധനങ്ങൾ വിതരണം ചെയ്യുമെന്നുമാണ് വ്യാപാരികളുടെ ചോദ്യം. പല കടകളിലും മുഴുവനായിട്ട് അരി എത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഇന്ന് റേഡിയോയിൽ പറഞ്ഞു ഇന്നും നാളെയുമായി അരി വാങ്ങി തീർക്കണമെന്ന് റേഡിയോയിൽ ഒരു സംഭാഷണം വന്നു, മന്ത്രിയുടെ ഒരു ന്യൂസ് വന്നു. അപ്പോൾ ജനങ്ങൾ മുഴുവൻ റേഷൻ കടയിലേക്ക് ഓടിക്കേറി. പക്ഷേ റേഷൻ കടയിൽ അരിയില്ല. പല സ്ഥലത്തും പല ജില്ലയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കടകളിലും അരി മുഴുവനായി എത്തിയിട്ടില്ല. ഇത് അരി എത്തുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സമരം തീരുമ്പോഴത്തേന് അരി എത്തൂല. അവിടുന്ന് ഗോഡൗണിൽ അരി കയറ്റണം, ലോറി വേണം, തൊഴിലാളികൾ ഇത് കയറ്റണം, റേഷൻ കട കൊണ്ട് ഇറക്കണം. അങ്ങനെ വരുമ്പോൾ 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും 1 മാസം കൊണ്ട് കൊടുത്ത് തീർക്കേണ്ട അരിയാണ് കൊടുക്കുന്നത്, മനസ്സിലാക്കണം. എല്ലാ കടകളിലും എത്രയും പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കണമെന്നും ജനുവരിയിലെ വിഹിതം ഫെബ്രുവരിയിൽ വിതരണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്നുമാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്.